സങ്കീർത്തനം 6 സങ്കീർത്തനമാണ് എന്ന് വായിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം വായിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദുഃഖിതൻ്റെ വിലാപമെന്ന വേദന അനുഭവിക്കുന്ന ഓരോ മനുഷ്യനും കരയുന്നത് സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിലൂടെ വിവരിക്കുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കുകയുമരുത്. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനി എത്ര നാൾ? കർത്താവേ, എൻ്റെ ജീവനെ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്തങ്ങേ ആരും അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആരങ്ങേ സ്തുതിക്കും. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ തലയിണ കുതിർന്നു, കണ്ണീരോടെ എൻ്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവിൻ്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവിൻ്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. കർത്താവേ, സങ്കീർത്തകൻ്റെ ഈ സങ്കടത്തോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. കൃപ കൊണ്ട് പൊതിയണമേ, കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഈ ദിവസവും നന്മ ചെയ്തുകൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.